ഹായ്, എന്താ പാട്? സുഖല്ലേ? സംഘികള് ഇത്രയും കാലം കേരളത്തിൽ എന്ത് കൊണ്ടുവരണം എന്ന് ആഗ്രഹിച്ച് കൊതിച്ച ഒരു ന്യൂസാണ് ഇന്നിപ്പോ നമ്മൾ കേട്ടത്. എന്ത്? ജാതിയുടെയും നിറത്തിന്റെയും പേരിൽ ഒരു ജീവൻ അങ്ങോട്ട് ഇല്ലാണ്ടാക്കി. എന്തായാലും ഒരുപാട് കാലം ഒരു കൊതിച്ചൊരു ന്യൂസാട്ടോ അത്. ഇങ്ങനെ ഒരു ന്യൂസ് കേൾക്കണം എന്നുള്ളത് അതെന്തായാലും നടന്നു. പോലെ ഇനി വയറ് നിറച്ച ന്യൂസ് എന്നാണ് കേൾക്കട്ടെ. ഒരു പയ്യനെ, അത് ക്ലാസ്സിൽ നല്ല പോലെ പഠിക്കുന്ന ഒരു പയ്യനെ ജാതിയുടെ പേര് പറഞ്ഞിട്ടും നിറത്തിന്റെ പേര് പറഞ്ഞിട്ടും കാലങ്ങളായിട്ട് പരിഹസിച്ചും കൊണ്ടിരിക്കുക. അതും നമ്മുടെ ഈ കേരളത്തിൽ തന്നെ. ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ ഇവരൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ ഗുണം ഇതാണ്. ആദ്യം കമ്മ്യൂണിസ്റ്റും, പിന്നെ മുസ്ലിങ്ങളും, പിന്നെ ക്രിസ്ത്യാനികളും, പിന്നെയാണ് ഇവർക്ക് എന്താ പറയാ കറുത്തവനെ, മറ്റേ ഇരുനിറക്കാരനെ, ജാതിയുടെ പേരിലുള്ള താഴ്ന്ന ജാതി, ഇങ്ങനെയൊക്കെ ഓരോ കറക്റ്റ് പ്ലാനിങ് ആണ് ഈ സംഘികൾക്ക്. അവരെ ഭരണത്തിൽ കയറ്റാൻ വേണ്ടിയിട്ടാണ് പല ആളുകളും ഓടിപ്പാഞ്ഞ് നടക്കുന്നത്. നിങ്ങൾ കണ്ടീന്നില്ലേ ആരൊക്കെ നമ്മുടെ സ്ഥാനാർത്ഥികള്? നമുക്കൊന്നും ഒരിക്കലും വിശ്വസിക്കാൻ പറ്റാത്ത, അല്ലെങ്കിൽ ഇവരൊക്കെ എന്താണ് ഇങ്ങനെ എന്ന് പോലും നമ്മൾ ചിന്തിച്ചു പോയിരുന്നു. അതിന്റെ മെയിൻ കാരണം എന്താ അറിയോ? അധികാരം കിട്ടുക. അവിടെ എന്ത് വർഗീയത ആയാലും വേണ്ടില്ല, പിന്നെ എന്ത് കൊലപാതകമായാലും ശരി, എന്ത് പരിഹാസമായാലും ശരി, എന്നാ ഈ നിൽക്കുന്നവരും അല്ലെങ്കിൽ ഇതിനു വേണ്ടി സപ്പോർട്ട് ചെയ്യുന്നവരോ ഇതിനു വേണ്ടി ജയ് വിളിക്കാവുന്നവരൊക്കെ അറിയാം എന്ത് ഈ അടുത്തത് ഞാനാണ്, ഇത് കഴിഞ്ഞാൽ എനിക്കാണ് ഇതിന്റെ റോള് എന്നുള്ളത്. എന്നാലും അവര് മുന്നോട്ട് വരട്ടെ എന്ന് വിചാരിച്ചിട്ട് ഈ അപ്പ കിട്ടുന്ന നക്കാപ്പിച്ചക്കും വേണ്ടിയിട്ട് എന്ത് നെറികെട്ട പണിയും, ഞാൻ പറഞ്ഞില്ലേ, അത് കുടുംബം പോയാലും വേണ്ടില്ല, കൂടപ്പറപ്പ് പോയാലും വേണ്ടില്ല, അവർക്ക് അതൊന്നും പ്രശ്നമല്ല. ഞാൻ ആ പയ്യന്റെ ഒരു വോയിസ് നിങ്ങൾക്ക് കേൾപ്പിച്ചുതരാം, നിങ്ങളൊന്ന് കേട്ടു നോക്ക്. അവനെ പറഞ്ഞതിനല്ല അവനക്ക് ഇത്ര വിഷമം ഉണ്ടായിരിക്കുന്നത്. അവന്റെ അമ്മയെ നിരന്തരം പരിഹസിച്ചും കൊണ്ടും കളിയാക്കിയും കൊണ്ടും ഈ മാഷ് പിന്നെ കുട്ടികളുടെ മുമ്പിൽ വെച്ചിട്ട് അവരെ ചിരിപ്പിക്കാനും അവരുടെ മുമ്പിൽ ഇൻസൾട്ട് ചെയ്യാനും നിരന്തരമായിട്ട് ചെയ്തു തുടങ്ങിയപ്പോഴാണ് ഇവൻ എതിർത്ത് സംസാരിച്ചത്. അപ്പൊ അതായിരുന്നു ഏറ്റവും അവരുടെ വലിയ വിഷയം. അറ്റ്ലീസ്റ്റ് ആ അമ്മ രോഗിയാണ്, അല്ലെങ്കിൽ അമ്മയുടെ ഒരു ഓപ്പറേഷത്തിന്റെ കാര്യം പറഞ്ഞിട്ടൊക്കെ കളിയാക്കുമ്പോൾ ഇയാളൊക്കെ എങ്ങനെ അധ്യാപകൻ എന്ന് വിളിക്കുക? ഒരു പിടുത്തമല്ല. ഇത്ര വലിയ നാറികൾക്കാണ് എന്നിട്ട് ഈ കേരളം ഭരിക്കാൻ അവസരം കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് ഇവര് തോരാളുടെ രാവെന്നോ പകലെന്നോ മഴയെന്നോ വെയിലെന്നോ ഇല്ലാണ്ട് ഇറങ്ങി നടക്കുന്നത്. ഞാൻ എന്തായാലും ആ വോയിസ് ഒന്ന് കേൾക്കാം. ഇനിയിപ്പോ ഈ പയ്യന്റെ മരണത്തിന് കാരണമായിട്ട് ഇവർക്ക് കിട്ടിയിരിക്കുന്നത് എന്താ അറിയോ? ജസ്റ്റ് ഒരു സസ്പെൻഡ് മാത്രം. അതിലൊതുങ്ങിയ കാര്യങ്ങൾ. അതിലപ്പുറത്തേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓല ഉയർന്ന ജാതിക്കാർ വരും. അതൊക്കെ പിന്നെ വലിയ പ്രശ്നമാവും. അതുകൊണ്ട് എന്തായി, മരിച്ചു, അതുകൊണ്ട് ഒരു സസ്പെൻഡ് കൊടുക്കാം എന്ന് വിചാരിച്ചിട്ട് വേണ്ടാന്ന് വിചാരിച്ചിട്ടുള്ളൊരു സസ്പെൻഡ് കൊടുത്തിട്ടുണ്ട്. ആ പയ്യൻ പറയണമെന്ന് കേട്ടോ. കൊറേ നടന്നിട്ടുണ്ട്. നമ്മള് മറ്റേ ഇതിന്ന് ഇറങ്ങിയല്ലോ, ഞാൻ സ്റ്റാഫ് റൂമിൽ നിന്ന് ഇറങ്ങിയല്ലോ. അതിനുശേഷം എൻ്റെ അടുത്താണ് യു ആർ ഇഡിയറ്റ് എന്ന് പറഞ്ഞു. സെയിം ടു യു എന്ന് പറഞ്ഞു, ഒത്തുക്കി തന്നെ പറഞ്ഞു. പിന്നെ മറ്റേ കൂട്ടത്തോടെ ആക്രമിക്കുന്ന സ്ഥലം ഉണ്ടല്ലോ നമ്മുടെ സ്റ്റാഫ് റൂം, എല്ലാം ഒന്നിനൊന്നിനും വെച്ചോ സ്റ്റാഫ് റൂമിലുള്ള. അവിടെ കൊണ്ടിട്ടിട്ട് എന്തൊക്കെയാ പറയാൻ നോക്കി. എൻ്റെ അടുത്ത് പറഞ്ഞ്, നീ ഗേറ്റിന് പുറത്തിറങ്ങിയാൽ നിന്റെ കൈയും കാലും വിട്ടും, നീ കൈ ഇല്ലാണ്ട് നീ പിന്നെ ജീവിക്കേണ്ടി വരും. ഞാൻ പറഞ്ഞു, സാറേ അതൊന്ന് കാണണമെന്ന് പറഞ്ഞു. അപ്പോൾ എല്ലാ സംഗീത നമ്മളെല്ലാം എന്നെ തന്നെ നോക്കിയിരിക്കണം. അപ്പോൾ അജീഷ പറഞ്ഞു, നിതിൻ കൂളെന്ന് പറഞ്ഞു. ഇല്ല ഇന്നലത്തോടെ അയാളുടെ വിലയെല്ലാം പോയിട്ടുണ്ട്. എന്നെ കുറേ പേര് വിളിച്ചിട്ട് നിതിനെ നീ ആൺകുട്ടി, കാരണം ഇത്രയും ബോയ്സിനെ എല്ലാരെയും പച്ചയ്ക്ക് ഇൻസൾട്ട്. എടാ സത്യം പറഞ്ഞാൽ ഞാൻ ഇന്നലെ ഒരു പേരെടുക്കാൻ ഒന്നിനു വേണ്ടിയിട്ടില്ലായിരുന്നു. ഇന്നലെ ശരിക്കും നിങ്ങൾ തന്നെ കണ്ടില്ലേ, ഞാൻ അയാളുടെ ക്ലാസ് ശ്രദ്ധിച്ച് അയാൾ പറയുന്ന കാര്യങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. എന്നെ വെറുതെ എണീപ്പിച്ച് നിർത്തിയിട്ട് അമ്മേനെയും കളിയാക്കി, അമ്മയുടെ സർജറിയെയും കളിയാക്കിയിട്ട് അതിന് ശേഷം പറയണ എൻ്റെ 3 മാർക്ക് കുറച്ചെന്ന പാരൻസിന് പോയി ഇത് കൊടുക്കാൻ, എന്താ സർപ്രൈസായിട്ട് കൊടുത്തേക്കാൻ. അതുപോലെ എന്താ ഇൻസൾട്ട് ഓക്കെ, ഞാൻ ക്ഷമിച്ചു, ഒരു പരിധി വരെ ക്ഷമിച്ചിരുന്നു, ഒറ്റ ക്ഷമിച്ച്. നിങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു, ഓരോ കുട്ടികളെയും പേപ്പർ കൊടുത്ത് വായിച്ചിടന്ന് ചെയ്യുന്നു. അത് ഓരോ സ്പെല്ലിങ്ങും പറഞ്ഞ് ഫസ്റ്റ് ആയപ്പോൾ ഞാൻ പൊട്ടിത്തെറിച്ചു. ഞാൻ പറഞ്ഞു, എനിക്ക് എൻ്റെ ക്ലാസ്സിൽ ഇരിക്കണം. എന്നിട്ട് ഞാൻ അവിടെ പോയിട്ട് പറയുകയും ചെയ്തു, ക്ലാസ്സിൽ 199 പേരും തൻ്റെ അടിമയായിരിക്കും. എന്തായാലും അതല്ല, ഞാൻ നിങ്ങൾ ഇങ്ങനെ വിളിച്ചിട്ടുള്ളൂ, ഞാൻ സാറ് ഇന്നലെ വിളിച്ചിട്ടേ അല്ലായിരുന്നു. കേട്ടോ നിങ്ങള്? ആ പയ്യന്റെ അവസാന വോയിസ് ആണത്. അവൻ പറയുന്നത് തന്നെ ഉണ്ട്, അവനക്ക് അവനെ പറഞ്ഞതിലല്ല, അവനെയൊക്കെ കാലങ്ങളായിട്ട് ഇയാൾ ഇങ്ങനെ പരിഹസിച്ചും കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ അവന്റെ അമ്മയെ പെറ്റ വയറിനെ നമ്മുടെ മുമ്പിൽ വെച്ചിട്ട് ആരെങ്കിലും പറഞ്ഞ് അത് കേട്ട് പോന്നിട്ട് പിന്നെ ജീവിക്കുന്നതിൽ നല്ലത് ജീവിക്കാതിരിക്കുക. അതുകൊണ്ട് തന്നെ അവ അതിന് വ്യക്തമായ മറുപടി അവിടെ കൊടുത്തു. പക്ഷെ അതൊന്നും ഏറ്റില്ല. അവസാനം അവൻ തന്നെ കുറ്റക്കാരനായി മാറിയ ഒരു സാഹചര്യമാണ് വന്നത്. പിന്നെ മാത്രമല്ല,
ഇയാളെ സപ്പോർട്ട് ചെയ്യുക, ഈ മാഷെ സപ്പോർട്ട് ചെയ്യാൻ അവിടുന്ന് തന്നെ പല ഉന്നത കുലക്കാരൊക്കെ ഉള്ളത് കൊണ്ട് ഈ പയ്യന് ശരിക്കും ഒറ്റപ്പെട്ടു പോയി. അപ്പൊ എന്തായി, ഇവനിക്ക് ഇത്രയും എന്താ പറയാ ഈ ഒരു കാലഘട്ടത്തിലും ഈ ജാതിയുടെയൊക്കെ പേരിൽ അപമാനിക്കപ്പെടുക എന്ന് പറയുന്നതൊന്നും ഒരാൾക്കും സഹിക്കുന്ന കാര്യമല്ല. ആ ഒരു വിഷമത്തിൽ മനം തന്നിട്ട് ഒരു കടുങ്കൈ ചെയ്തു പോയി. ഇപ്പൊ ആർക്ക് പോയി? ആ വീട്ടുകാർക്ക് പോയി. ഇത്രയും പഠിപ്പിച്ച്, ഇത്രയും കാശ് മുടക്കി, ഇത്രയും പോറ്റി വളർത്തിയ മകനെ ഈ ഒരു ജാതിയുടെ പേരും പറഞ്ഞിട്ട് സിമ്പിളായിട്ട് മരണത്തിനെ കീഴടക്കി. നിങ്ങളൊന്ന് ഓർത്തോ, ഇതൊക്കെയാണ് BJP ഇവിടെ നാട്ടിൽ വന്ന നമുക്ക് കിട്ടാവുന്ന ഗുണങ്ങള്. അതുകൊണ്ട് ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. ഈ വോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ആരെങ്കിലും BJPക്ക് ഇപ്പൊ കഴിഞ്ഞ ഇലക്ഷനിൽ വോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഓർത്തു വെച്ചോ, നിങ്ങളൊക്കെ ഇതിന് കാരണക്കാരാ. ആരോട് പറയാനല്ലേ? ശരി എന്നാ, ഓക്കെ.